ഇസ്രയേലിനിപ്പോൾ കണ്ടകശനിയാണ്. ഹൂതികളുടെ പൊല്ലാപ്പിൽ എങ്ങോട്ട് പോയാലും കേറിയടിക്കുന്ന സ്ഥിതിയാണ്. അതിന്റെ ഇടയിൽ പശ്ചിമേഷ്യൻ യുദ്ധം പുതിയ തലത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾ. കരയും ആകാശവും കഴിഞ്ഞിപ്പോൾ കടലിലേക്കാണ് യുദ്ധം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതും ഹൂതികളും ഇറാനും കൂടി നേരിട്ട് യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്ന അവസ്ഥയാണ്. വിശദമായി തന്നെ പറയാം ഞാൻ ലക്ഷ്മി. ചെങ്കടലിലെ പുതിയ സംഭവങ്ങളാണ് ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നത്. ഇസ്രയേലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ ഏത് കപ്പലുകളും ആക്രമിക്കുമെന്നാണ് യമനിലെ ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തുന്നത് തടയുന്ന ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുമെന്നും അവർ പറയുന്നു. ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാകണമെന്നും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആവശ്യപ്പെടുന്നുണ്ട്. മുന്നറിയിപ്പ് നൽകിയ തൊട്ടു പിന്നാലെ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കാനും തുടങ്ങി. തൊട്ടു പിന്നാലെ 2 പ്രമുഖ കപ്പൽ കമ്പനികൾ സർവീസ് നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡാനിഷ് കമ്പനിയായ മസ്ക്, ജർമ്മൻ കമ്പനിയായ ഹപ്പാങ് ലോയിഡുമാണ് സർവീസ് നിർത്തുന്നതായി അറിയിച്ചത്. യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ എത്തിക്കുന്ന പ്രധാന കമ്പനികളാണിത്. ഇവരുടെ പിന്മാറ്റം യൂറോപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷത്തിലേക്ക് ലോകം കടക്കവെയാണ് ചരക്ക് ഗതാഗത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. എണ്ണ, ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ. ഭയത്തിലായ കപ്പൽ കമ്പനികൾ ഇൻഷുറൻസ് തുക ഉയർത്തിയത് അവശ്യ വസ്തുക്കളുടെ വില കൂടാനും കാരണമാകും. ഇതുവഴി പോകുന്ന സകല കപ്പലുകളും ഹൂതികൾ നിരീക്ഷിച്ചാണ് വിട്ടയക്കുന്നത്. ഇതുവരെ 10 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നു. ചിലതെല്ലാം ഫ്രഞ്ച് സൈന്യം തടഞ്ഞിട്ടുമുണ്ട്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ മേഖലയിലുമുണ്ട്. കൂടാതെ ഇസ്രയേലും യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് അയച്ചു കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും ഹൂതികളെ പിന്തിരിപ്പിച്ചിട്ടില്ല. അറബിക്കടലിൽ നിന്ന് ചെങ്കടലിലേക്കും അതുവഴി ഇസ്രയേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്കുപാത പോകുന്നത് യമന്റെ തീരത്തുകൂടിയാണ്. ബോബൽ മദ്ദീപ് കടലിടുക്കിലൂടെ മാത്രമേ എല്ലാ കപ്പലുകൾക്കും പോകാൻ സാധിക്കൂ. വീതി കുറഞ്ഞ ഈ പ്രദേശം ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. ഈ കടലിടുക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്നും നേരിട്ട് ഇസ്രയേലിലേക്കും എത്താം. ഹൂതികൾക്ക് ചരക്ക് കപ്പലുകൾ തടയുന്നതിന് എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം 2 കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചിട്ടുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഇസ്രയേൽ പലസ്തീൻ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് വഴിമാറുമോ എന്നാണ് ഇപ്പോൾ ആശങ്ക. അമേരിക്കയുടെ ഇടപെടൽ സൂക്ഷിച്ചു മതി എന്ന സൂചന സൗദി അറേബ്യ നൽകിയിട്ടുമുണ്ട്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാണ്. ആദ്യം വടക്കൻ ഗാസയിലും ഇപ്പോൾ തെക്കൻ ഗാസയിലും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. 18,000-ലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട്. ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തങ്ങൾ അബദ്ധത്തിൽ വധിച്ചുവെന്ന് ഇസ്രയേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു. ഈ വേളയിലാണ് മറ്റൊരു ഭാഗത്തേക്ക് പുതിയ യുദ്ധക്കളം ഒരുങ്ങുന്നത്. നേരത്തെ അമേരിക്കയുമായും സൗദി സഖ്യവുമായും പോരടിച്ചവരാണ് ഹൂതികൾ. യമനിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ശരിക്കും ആലോചിക്കണമെന്നാണ് സൗദിയുടെ നിർദ്ദേശം. ഹൂതികൾക്കെതിരായ ആക്രമണം യുദ്ധം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ വഴിയൊരുക്കിയിരിക്കാം. ഗൾഫ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ. ആക്രമിച്ച 2 കപ്പലുകളും ഇസ്രയേലിലേക്ക് പോകുന്നതായിരുന്നു എന്ന് ഹൂതികൾ പറയുന്നുമുണ്ട്. എന്നാൽ മറിച്ചുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഗാസ യുദ്ധത്തിന്റെ പേരിൽ യമനിൽ US ഇസ്രയേൽ ആക്രമണം നടന്നാൽ ഗൾഫിലുടനീളം അത് പടരും. ഇതാണ് ഭീതിക്ക് കാരണം. ഇതോടെ ഹൂതികളുടെ ആക്രമണം ചെറുക്കാനുള്ള വഴികൾ തേടുകയാണ് US ഉൾപ്പെടെ ഇസ്രയേൽ അനുകൂല രാജ്യങ്ങൾ.